ഞാനിവിടെ നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് 6 മുട്ട എടുക്കാം. പിന്നെ ഒരു തക്കാളി, സബോള, പച്ചമുളക് 3 എണ്ണം, 3 വെളുത്തുള്ളി, ഒരു മാങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമുക്ക് അരിഞ്ഞു വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു നാളികേരത്തിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്തു വയ്ക്കാം. ഞാനിവിടെ ആദ്യം തന്നെ മുട്ട മുളക് പൊടിയും ഉപ്പും മസാലപ്പൊടിയും ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തു. അതിനുശേഷം അത് 2 കവറുകളിലാക്കി കെട്ടിവെച്ചു. ഇനി നമുക്ക് നല്ല തിളയ്ക്കണ വെള്ളത്തിലോട്ട് ഈ കവറുകൾ ഇറക്കി വയ്ക്കാം. നമ്മൾ മുട്ട കവറിലാക്കുമ്പോൾ കവറിൻ്റെ ഒരു ഭാഗത്തോളം മുട്ട ആക്കിയാൽ മതി. അതിനുശേഷം തിളയ്ക്കണ വെള്ളത്തിൽ ഇറക്കി വെച്ചു. ഇനി ഇതൊരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് വെന്ത് കിട്ടും. ആ നേരം കൊണ്ട് നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഞാനിവിടെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി പാത്രം നല്ലപോലെ ചൂടായതിനു ശേഷം നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ആദ്യം ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു മണം കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നമുക്കിതിലോട്ട് സബോള ചേർത്ത് കൊടുക്കാം. സബോള വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കതിലൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ സബോളയൊക്കെ ചേർത്തു, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സബോള അത് വാടി വന്നു തുടങ്ങിയിട്ടുണ്ട്. സബോള നല്ല പോലെ മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഏകദേശം മൊരിഞ്ഞു വന്നു. ഞാനിതിലോട്ട് 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മസാലപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പൊടികളുടെ മണം പോണ വരെ, പച്ചമണം പോണ വരെ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അത് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങയും തക്കാളിയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാങ്ങയും തക്കാളിയും എല്ലാം കൂടി നല്ല പോലെ തിളച്ച് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ട ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ നമ്മുടെ മുട്ട പുറത്തെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ നീളത്തിൽ കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാം. എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് കറി വെന്തോ നോക്കാം. കറി മാങ്ങയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കറിയൊക്കെ നല്ലപോലെ വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ഈ മുട്ട കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മുട്ട കഷ്ണങ്ങൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറി മെല്ലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഈ മുട്ട കഷ്ണങ്ങളും ഈ കറിയും കൂടി നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ ആ കറിയുടെ മുളകും പുളിയൊക്കെ മുട്ട കഷ്ണങ്ങളിലേക്കും കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് തമ്പാല് ഒഴിച്ചു കൊടുക്കാം. അതായത് 1-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1-ാം പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കറി പിന്നെ ഒരുപാട് നമ്മൾ തിളപ്പിക്കാൻ പാടില്ല. ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫാക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഉച്ചയ്ക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. അതുപോലെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കറികൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.